ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കാണ്. സ്നാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈ മഴയത്തൊക്കെ കുറിക്കാനായിട്ട് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാബൂളി ചേനയുടെ ഫ്രൈ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു നൊസ്റ്റാൾജി ഫീലിംഗ് ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കടല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എത്ര ആവശ്യമുണ്ടോ അത്രയ്ക്ക് നിങ്ങൾ രാത്രി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെക്കുക. അപ്പോൾ രാവിലെ ആകുമ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ വീർത്ത് വരും. അപ്പോൾ അതിനെ എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേണ്ട ആവശ്യമില്ല, ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ എയറൊക്കെ പോക്കി കൊടുക്കുക ഇതുപോലെ, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കുക്കറിൻ്റെ മുകളിൽ. അപ്പോൾ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും നമ്മുടെ കാബൂളി ചന. അപ്പോൾ ഇനി ഈ ഒരു വെള്ളക്കടലേനെ നമുക്കൊന്ന് അരിപ്പയിലേക്ക് മാറ്റാം. അതിലെ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കറിക്കൊക്കെ യൂസ് ചെയ്യാം, മറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്കൊരു കോട്ടൺ ടവലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്താലും മതി. ഇതിലെ വെള്ളമൊക്കെ പോയി ആ ഒരു രീതിക്ക് വന്നാൽ മതി, ഒരുപാട് നേരിട്ട് നമ്മൾ വെയിലത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂറാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ പോയി കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ വേവിച്ച് വെച്ചല്ലോ ആ ഒരു കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലയിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കുറച്ച് ദൂരെ നിന്നിട്ട് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിപ്പോൾ കടലൊക്കെ എണ്ണയുടെ അടിയിലാണ് പോയിട്ട് നിൽക്കുന്നത്. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഇത് കടല മുകളിലായിട്ട് വരും, എണ്ണയുടെ മുകളിലായിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് ഫ്രൈ ആയി എന്നാണ് അർത്ഥം. ഇപ്പോൾ ചെറുതായിട്ട് മുകളിലേക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ എല്ലാം ഇങ്ങനെ ഇതുപോലെ മുകളിലായിട്ട് വരും. അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളതുപോലെ നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ തോന്നും. അപ്പോൾ കുറച്ചുകൂടി സമയം ഞാൻ ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്, കാരണം ഇതൊരു നല്ലൊരു ഗോൾഡൻ കളറാവും. അതുപോലെ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് മുകളിൽ വന്ന ഉടനെ കോരിയിടുന്നില്ല, കുറച്ച് സമയം കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇതുപോലുള്ള ഫ്രൈ കഴിക്കാറ്. അപ്പോൾ ഈ ഒരു വെള്ളക്കടല എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. കഴിച്ചവരാണെങ്കിൽ അവരൊരിക്കലും ടേസ്റ്റ് മറക്കില്ല, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും കഴിച്ചവർക്കൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ റെഡിയാക്കിയിരുന്ന ബാച്ച് ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വന്ന എണ്ണയൊക്കെ ഒന്ന് പോകാനായിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടോടുകൂടി നമ്മളിത് കഴിച്ചു നോക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് തോന്നും, പക്ഷെ അതൊന്ന് തണുത്ത് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അടുത്ത ബാച്ചും കൂടി ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതും കൂടി ടിഷ്യൂ പേപ്പറിലിട്ടിട്ട് ഒന്നങ്ങ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതുപോലുള്ള ഒരു അടപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഞാനിതിൽ ഉപ്പും അതുപോലെ മുളക് പൊടിയും മിക്സ് ചെയ്യുന്നത്. അപ്പോൾ വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, അത് നല്ല ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ അത് ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി, അതാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി കൂട്ടി താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് ഷേക്ക് ചെയ്ത് കൊടുത്താൽ ഒരുപോലെ എല്ലായിടത്തും നന്നായിട്ട് മിക്സായി വരും. അപ്പോൾ നമ്മുടെ വെള്ളക്കടല ഫ്രൈ ചെയ്തത് ഇപ്പോൾ മസാലയൊക്കെ പുരട്ടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം.
അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, നന്നായിട്ട് അടച്ചു വെച്ച് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറേ ദിവസം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. 1-2 മാസമൊക്കെ നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്